തിരുവനന്തപുരത്ത് എസ്എഫ്ഐ പ്രതിഷേധത്തിനിടെ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ പങ്കെടുത്ത് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. സർവകലാശാല ആസ്ഥാനത്ത് ഗാന്ധിയുടെയും അംബേദ്കറുടെയും ഫ്ലക്സ് സ്ഥാപിച്ചായിരുന്നു എസ്എഫ്ഐയുടെ പ്രതിഷേധം. ഗവർണർക്കെതിരായ ബാനർ കെട്ടുന്നത് ആദ്യം പോലീസ് തടഞ്ഞെങ്കിലും കവാടത്തിൽ പിന്നീട് പ്രവർത്തകർ ബാനർ ഉയർത്തി. നിലവിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ RSS നേതാക്കളെ മാത്രം അറിയാവുന്ന ഗവർണർ, ഈ പറഞ്ഞ പോലെ രാജ്ഭവനിൽ RSSന്റെ നേതാക്കളുടെ ഫോട്ടോ മാത്രം വച്ച് പൂജ ചെയ്യുന്ന ഗവർണർ, മഹാത്മാഗാന്ധിയെയും അംബേദ്കറിനെയും കണ്ടുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ കയറണം എന്നുള്ളതാണ് നമ്മൾ നിലവിൽ ആലോചിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ രൂപത്തിലേക്ക് ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നിലവിൽ സർവകലാശാലകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ കേന്ദ്രമാണ്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള കേന്ദ്രമാണ് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയെ ഈ കാലയളവിലെന്നല്ല ഒരു കാലയളവിലും RSSന്റെ കേന്ദ്രമാക്കാനും കായ്വൽക്കരിക്കാനും SFI അതിന് ആര് തന്നെ ഗവർണറായി വന്നാലും ഒരു തരത്തിലും SFI അത് അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് SFIയുടെ എല്ലാ കാലഘട്ടത്തിനകത്തെയും നിലപാട്. ആ നിലപാടുമായി തന്നെ SFI മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം സെനറ്റ് യോഗം ആരംഭിക്കും. ഡാൻ കുര്യൻ ചേർന്നു. ഡാന്, ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തെ പോലെ തന്നെയുള്ള പ്രതിഷേധ പരമ്പരയിലേക്ക് SFI കടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ബാനർ ഉയർത്താനുള്ള നീക്കത്തിൽ നിന്ന് ആദ്യം പോലീസ് പിന്തിരിപ്പിക്കുക, പക്ഷെ പിന്നീട് കവാടത്തിൽ ബാനർ ഉയർത്തുക. ഇതേത് തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധ പരമ്പരയിലേക്ക്? ഇനിയും ഗവർണറുടെ പരിപാടികളിൽ ഈ പ്രതിഷേധം തുടരും SFI എന്നാണോ വിവരം? അപർണ, വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പോരാട്ടത്തിലേക്ക് ഗവർണർക്കെതിരെ SFI കടക്കുന്നുവെന്ന് വേണം നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം രാവിലെ തന്നെ SFI പ്രവർത്തകർ ക്യാമ്പസിനുള്ളിൽ വലിയ ബാനർ ഉയർത്താനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. ഗവർണറെ വ്യക്തിപരമായി കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ഈ ബാനർ ഉയർത്താൻ അവർ ശ്രമിച്ചത്. പക്ഷേ ആ പോലീസ് ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങി അവിടെ കെട്ടാൻ അനുവദിക്കാതെ നീക്കുകയായിരുന്നു. അതിനിടയിലാണ് ഗാന്ധിജിയുടെയും അതോടൊപ്പം അംബേദ്കറുടെയും ചിത്രങ്ങൾ സർവകലാശാലയുടെ കവാടത്തിൽ 2 തൂണുകളിലായി SFI പ്രവർത്തകർ കെട്ടിയത്. അതിനിടയിൽ 10:10 ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സർവകലാശാല ആസ്ഥാനത്തേക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയത്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് ഗവർണറുടെ വാഹനവ്യൂഹം സർവകലാശാലയിൽ എത്തിയത്. അദ്ദേഹം ഏതാണ്ട് അരമണിക്കൂർ സമയം സർവകലാശാല ആസ്ഥാനത്ത് സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷം മടങ്ങുന്നതിനിടയിലാണ് പിന്നീട് നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം പുറത്തേക്ക് വരുമ്പോൾ മറുവശത്ത് ഈ ക്യാമ്പസിനുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരായ പരാമർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഫ്ലക്സ് ബാനർ ഉയർന്നു. ഗവർണറുടെ വാഹനവ്യൂഹം പുറത്തേക്ക് പോകുമ്പോൾ മുദ്രാവാക്യം വിളികളുമായാണ് SFI പ്രവർത്തകർ പ്രതികരിച്ചത്. അതിനുശേഷം ഗവർണറുടെ വാഹനവ്യൂഹം പൂർണ്ണമായി പുറത്തിറങ്ങിയതിനു ശേഷം പോലീസ് പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കി. അതിനിടയിലാണ് സർവകലാശാലയുടെ പ്രധാന കവാടത്തിന് മുമ്പിൽ, പ്രവേശന കവാടത്തിന് മുമ്പിൽ തൂണുകൾക്ക് മുകളിലായി വലിയ ഫ്ലക്സ് ബോർഡുകൾ, അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് ഏത് തരത്തിലായിരുന്നോ സർവകലാശാലയിൽ SFI പ്രവർത്തകർ അദ്ദേഹത്തിനെതിരെ നിലപാട് സ്വീകരിക്കാനുമായ തരത്തിൽ ഒരു തുറന്ന പോരിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള ബാനറാണ് ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. ഈ പ്രതിഷേധം സമാനമായി ഇനിയും അങ്ങനെ തന്നെ തുടരും. ഗവർണർ വെക്കുന്ന പരിപാടികളിലെല്ലാം SFIയുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് SFIയുടെ സംസ്ഥാന ഭാരവാഹികളടക്കം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. ഭാരതാംബ വിവാദം അവസാനിച്ചു എന്നിരിക്കുന്ന നിലപാട് CPI എടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും SFI ഈ ഒരു നിലപാടെടുക്കുമ്പോൾ ASF അടക്കമുള്ളവർ, കഴിഞ്ഞ തവണ ASFും YF-ഉം ഒക്കെ പ്രതിഷേധം നടത്തിയതാണ് രാജ്ഭവനിലേക്കൊക്കെ. ആ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന്, CPIയുടെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന്, യുവജന സംഘടനയുടെ ഭാഗത്തുനിന്ന് ഈ തരത്തിലുള്ള പ്രതിഷേധം SFIയുടെ പ്രതിഷേധം മാത്രമായിട്ട് നിൽക്കുകയാണോ? സമാനമായ പ്രതിഷേധം SFIക്ക് പുറമെ ASF ഉൾപ്പെടെയുള്ള സംഘടനകൾ കഴിഞ്ഞ ദിവസം രാജ്ഭവനിലേക്ക് ഇതേ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാർച്ച് നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് SFIയുടെ പ്രതിഷേധം ഇന്നലെ രാജ്ഭവൻ പരിസരത്തേക്ക് നടന്നത്. അതിനും പിന്നാലെയാണ് ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർ എത്തുന്ന ചടങ്ങിൽ തന്നെ ഗവർണർക്കെതിരായ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് എന്നൊരു സൂചന SFI നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഒരു ഇടവേളയ്ക്ക് ശേഷം തുറന്ന പോരിലേക്ക്
ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും തമ്മിൽ തുറന്ന പോരിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം. നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താൻ ഗവർണറോ രാജ്ഭവനോ തയ്യാറാകില്ല. SFIയും സമാനമായി അതിനെതിരായ വിരുദ്ധ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. RSSന്റെ നേതാക്കളെ മാത്രം മനസ്സിൽ ഉൾക്കൊള്ളുന്നുകൊണ്ട് നടക്കുന്ന ഗവർണർ മഹാത്മാഗാന്ധിയെയും അംബേദ്കറെയും കണ്ടുകൊണ്ട് മാത്രം അകത്തേക്ക് കടന്നാൽ മതിയെന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു SFI പ്രവർത്തകരുടെ ഇന്നത്തെ പ്രതിഷേധം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ. ഏതായാലും ഇടത് യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഗവർണർ രാജേന്ദ്ര അർലേക്കർക്കെതിരെയുള്ള പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല. ഈ പ്രതിഷേധ പരമ്പരയുമായി തുടർന്ന് പോകുകയാണെന്നുള്ള സൂചന കൂടിയാണ് നടക്കുന്നത്. അതിനിടെ സെനറ്റ് യോഗം കഴിഞ്ഞ് ഗവർണർ മടങ്ങുകയും ചെയ്തിരിക്കുന്നു.